ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊലഹത്താണ്. റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. മലപ്പുറം ജില്ലയിലാണ് റോയൽ കസ്റ്റം മോട്ടോഴ്സ് വരുന്നത്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് 10 കിലോമീറ്റർ, അരീക്കോട് നിന്ന് 5 കിലോമീറ്റർ നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നത്, ലൊക്കേഷൻ ചോദിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു സ്ഥലം പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് രാത്രി പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി, ഇത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള കസ്റ്റമർ വണ്ടിയാണ്. അപ്പോൾ കസ്റ്റമർ നാളെ ഡെലിവറിക്ക് വരുന്നുണ്ട്, ഉച്ചയാകുമ്പോൾ എത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ രാത്രി തന്നെ വീഡിയോ എടുക്കാൻ നേരത്തെ പകൽ സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. 2005 മോഡലാണ് കേട്ടോ. 2005 മോഡല് ഹെവി ക്രാങ്ക് വണ്ടി തന്നെയാണ്, സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. അപ്പോൾ ഇത് ചെന്നൈയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞു ചെന്നൈയിൽ ഉപയോഗിച്ച വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞതിൽ ടോട്ടൽ കോസ്റ്റ് ആയിരുന്നാൽ എത്രയെല്ലാം പറഞ്ഞുതരാം. എടുത്തേക്കുന്നത് ബെൻസ് സീറ്റ് ആയിരുന്നു, സാധാ സീറ്റ് ആയിരുന്നു. അതൊന്ന് കംഫർട്ടിന് വേണ്ടിയിട്ട് സാധാ നമ്മൾ പുതിയ മോഡൽ സീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാറ്ററി ബോക്സ് പഴയ മോഡൽ ബാറ്ററി ബോക്സ് ആയിരുന്നു, ലോക്ക് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഹാഫ് എഞ്ചിൻ വർക്ക് ചെയ്താണ്, ക്രാങ്ക് മാത്രം ചെയ്തിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ക്രാങ്കിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഹെഡ്, സിലിണ്ടർ കിറ്റ് അസംബ്ലി കംപ്ലീറ്റ് മാറ്റിയതാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ പിന്നെ വേറൊരു വിഷയം കൂടെ നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം പാർട്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പഴയ വണ്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടി എടുക്കുമ്പോൾ. പിന്നെ സിലിണ്ടർ കിറ്റ് ഒന്നും നമ്മൾ സാധാരണഗതിയിൽ 99% തന്നെ പറയാം, ഞാൻ സിലിണ്ടർ കിറ്റ് റീപ്ലേസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ സിലിണ്ടർ കിറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, എന്തുകൊണ്ട് റീപ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സിലിണ്ടർ കിറ്റ് ബോർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ പറയാം, സിലിണ്ടർ കിറ്റ് ബോർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിന്നെ CC കൂടുന്നുണ്ട്. ബോർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഭാഗം എടുത്ത് കുറച്ച് എടുത്ത് കളയാന്നുള്ളതാണ്, മില്ലിമീറ്റർ ഇത് എടുത്ത് കളയാന്നുള്ളതാണ്. സിലിണ്ടർ ബോർ ചെയ്ത് എടുത്ത് കളയാന്നിട്ട് നെക്സ്റ്റ് ഓവർസൈസ് പിസ്റ്റൺ ഇടുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഓവർസൈസ് പിസ്റ്റൺ സ്വാഭാവികമായിട്ടും അതിൻ്റെ CC വർദ്ധിക്കും. CC വർദ്ധിക്കും, കംപ്രഷൻ കൂടും. അപ്പോൾ ഇത് കൂടുന്ന സമയത്താണ് സംഭവിക്കുന്നത്, അതിനനുസരിച്ച് പെട്രോൾ നമുക്ക് അല്ലെങ്കിൽ തന്നെ സാധനത്തിന് മൈലേജ് കുറവാണ് അപ്പം പഴയ വണ്ടികൾക്ക്. അപ്പോൾ പെട്രോള് അത്യാവശ്യം വേണ്ട വരും. CC കൂടിയ വണ്ടികൾക്ക് കൂടുതൽ കംപ്രഷൻ വരും, പെട്രോൾ കൂടുതലായിട്ട് കത്തും എന്നുള്ള തന്നെ, മൈലേജ് കുറയും എന്നുള്ള ഒരു വാസ്തവ, യാതൊരു സംശയം മൈലേജ് കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ സിലിണ്ടർ ഗേറ്റ് റീപ്ലേസ് ചെയ്യാറാണ് പതിവ്. ഇതിലും സിലിണ്ടർ ഗേറ്റ് റീപ്ലേസ് ചെയ്തതാണ്. പിന്നെ 3 റിങ്സ് 5 റിങ്സ് 2 മോഡലാണ് റിങ്സ് വരുന്നത്. 3 റിങ്സ് ആണ് ഇതിൽ ഇട്ടേക്കുന്നത്. 3 റിങ്സ് കിട്ടാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എപ്പോഴെങ്കിലും കിട്ടിയാലായി. അപ്പോൾ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ സ്പെയർ പാർട്ട് സപ്ലൈസ് ചെയ്ത് നമ്മൾ അന്വേഷിക്കുക, സിലിണ്ടർ ഗേറ്റ് ബോർ ചെയ്യുന്ന സമയത്ത്, റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് 3 റിങ്സ് കിട്ടാനുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 5 റിങ്സ് ചില സമയത്ത് കിട്ടി വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ആവശ്യമുള്ള സമയത്ത് ചിലപ്പം പ്രൊഡക്ഷൻ നിർത്തിയെന്ന് പറയില്ല, നമുക്ക് ആവശ്യ സമയത്ത് അന്വേഷിച്ചാൽ ചിലപ്പോൾ ചില സാധനങ്ങൾ കിട്ടുന്നില്ല. ആ സിലിണ്ടർ ഗേറ്റിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ക്യാമ്പിലും ചെറിയ ഒരു ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് ചില ഏരിയയിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ഏരിയയിൽ കുറച്ച് കുറവാണ് എന്ന് പറയാം. ബാക്കിയുള്ള ഏരിയയെ കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ അന്വേഷിച്ചവർ കമ്പനിയിൽ സപ്ലൈസിന് അന്വേഷിച്ചപ്പോൾ നമ്മൾ മലപ്പുറം, പിന്നെ തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ഭാഗം സപ്ലൈ ടീമിൻ്റെ അടുത്ത് അവരുടെ സാധനമല്ല. റോയൽ എൻഫീൽഡിന് ഓരോ സപ്ലൈസ് ഉണ്ട്, അവരുടെ സാധനം സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചെയ്തേക്കുന്നത് മഡ്ഗാർഡ് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തതാണ്. പിന്നെ വേറൊരു വിഷയം കൂടെ ഉണ്ട്. നമ്മൾ മഡ്ഗാർഡ് മാറ്റുന്ന സമയത്ത് റീപ്ലേസ് സമയത്ത് റീപെയിന്റ് ചെയ്യേണ്ട എന്നുള്ള ധാരണയൊക്കെ ഉണ്ടാവും. ചില മിക്കവാറും ആ ഫിനിഷിങ് ചില പാർട്സുകളൊന്നും റോയൽ എൻഫീൽഡ് സ്പെയറിൽ വരുന്ന പെയിന്റഡ് പാർട്സ് ഒന്നും അത്ര ഒരു ഫിനിഷിങ് പാർട്സ് അല്ല വരുന്നുണ്ട്. അതായത് ഓറഞ്ച് പീൽ, അതായത് പെയിന്റ് തന്നെ ഒരു ഓറഞ്ച് പീൽ കൂടുതലായിട്ട് കാണുന്ന ഒരു രീതിയിലാണ്. അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ റീപെയിന്റ് ചെയ്യാറാണ് പതിവ്. ആ ഒരു മിറർ ഗ്ലേസ് കിട്ടാൻ വേണ്ടി റീപെയിന്റ് ചെയ്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഫ്രണ്ട് മഡ്ഗാർഡ് ഒരു ജോയിന്റിന് റെസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫ്രണ്ട് മഡ്ഗാർഡ് മാറ്റിയിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മൾ സീറ്റ് മാറ്റിയിട്ടുണ്ട്. സൈലൻസറിന്റെ ബെൻഡും ഒറിജിനൽ കിട്ടാനില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മാസം വരെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ് ബെൻഡ് ഒറിജിനൽ കിട്ടാനില്ല. ബോമേശ്വറിന്റെ ബ്രാൻഡിന്റെ സൈലൻസർ ബെൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യാൻ സമയത്ത് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ പ്ലേറ്റ് ചെയ്ത് ആളുകളെ പറ്റിക്കാന്നല്ലാതെ നമ്മൾ ഒരു 6 മാസം 3 മാസം തുരുമ്പിടിച്ച് പൊളിഞ്ഞു പോകുന്ന ഒരു വിഷയം പ്ലേറ്റിങ്ങിന് സാധാരണഗതിയിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി എവിടെ നിന്ന് തന്നെ ആയാലും പിന്നെ അത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തൊന്നും വണ്ടിയൊന്നും നമ്മൾ കുട്ടികളുമായി കൊണ്ടെടുക്കുന്ന ചില ആൾക്ക് വണ്ടി കഴിയില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ റെസ്റ്റ് പ്ലേറ്റിങ്ങിന് നല്ലോണം വരുന്നുണ്ട് എന്നുള്ള വാസ്തവം യാതൊരു സംശയമില്ല. പഴയ ക്വാളിറ്റി ഒന്നും ഇപ്പോൾ സാധനത്തിനില്ല, പ്ലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾക്ക്. അപ്പം നമ്മൾ ഡെയിലി എഴുന്നേറ്റ് വണ്ടി തുടച്ച് വൃത്തിയായി കൊണ്ടെടുക്കാറാണ് പ്രാക്ടിക്കൽ. അപ്പോൾ വണ്ടിയായിട്ടാണ് കൊണ്ടെടുക്കുന്നത്. അപ്പം നമ്മളെ കാര്യം കഴിഞ്ഞിട്ട് വേണം സമയമുള്ള സമയത്ത് ആളുകൾ വണ്ടി തുടച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിങ് പരമാവധി ഒഴിവാക്കാറാണ് പതിവ്. അതുകൊണ്ട് സൈലൻസറിന്റെ ബെൻഡ് 9000 അടുത്താണ് സൈലൻസറിന്റെ ബെൻഡിന് ആഫ്റ്റർ മാർക്കറ്റിന് വരുന്നത്. അല്ല 9900 നമ്മൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം റേറ്റിന് വരുന്നുണ്ട്. പക്ഷെ നല്ല തിക്നെസ് ഉണ്ട് സാധനത്തിന്. ഓമേഷൻ സാധനത്തിന് നല്ല തിക്നെസ് ഉണ്ട്. പ്ലേറ്റിംഗ് ക്വാളിറ്റി കുഴപ്പമില്ല, എന്നാലും പ്ലേറ്റ് ചെയ്യുന്നേക്കാളും നിൽക്കും. നമ്മൾ റീപ്ലേറ്റ് ചെയ്ത് എത്രത്തോളം അതിനേക്കാളും കൂടുതൽ നിൽക്കും. ഓക്കെയാണ്.
പിന്നെ എഞ്ചിൻ കംപ്ലീറ്റ് ബഫ് ചെയ്തെടുത്താണ്. പ്ലേറ്റിംഗ് അല്ല, ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യരുത്. എഞ്ചിന്റെ പാർട്സുകളൊന്നും തന്നെ ബഫ് ചെയ്തെടുക്കാൻ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ പൊളിഞ്ഞു പോകും. പിന്നെ നമുക്ക് അത് വൃത്തിയാക്കാൻ പറ്റാതാവും. പിന്നെ രണ്ടാമത് പ്ലേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. പ്ലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റീപ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ പാർട്സുകൾ അലൂമിനിയം ബഫ് തന്നെ ചെയ്തെടുക്കുക. ബഫ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, പിന്നെ മെച്ചെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മങ്ങി കഴിഞ്ഞാലും റബ്ബിങ് ഒക്കെ ഇട്ട് പോളിഷൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇലക്ട്രോ പ്ലേറ്റിംഗ് പൊളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ക്രാഷ് കാർഡ് കസ്റ്റമർ ഈ ക്രാഷ് കാർഡ് തന്നെ വേണം. സ്റ്റീലിൻ്റെ ഈ ടൈപ്പ് തന്നെ ക്രാഷ് കാർഡ് ഫോട്ടോ അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രാഷ് കാർഡ് വെച്ചത് 4250 രൂപയാണ് ക്രാഷ് കാർഡിന് വരുന്നത്. അപ്പം ആ ഒരു അതായത് ഒറിജിനൽ ഇറങ്ങുന്ന ക്രാഷ് കാർഡ് തന്നെയാണ്. പക്ഷേ ക്രാഷ് കാർഡ് എന്തുകൊണ്ട് നമുക്ക് സേഫ്റ്റി എന്ന് പറയുന്ന ക്രാഷ് കാർഡ് ഇതാണ്. സിംഗിൾ ബാർ ആയിരുന്നു കസ്റ്റമർ പറഞ്ഞിരുന്നത്. പക്ഷേ സിംഗിൾ ബാർ ഒരിക്കലും സേഫ്റ്റി അല്ല. നമ്മൾ വണ്ടി ചെയ്യുന്ന സമയത്ത് മറ്റൊന്ന് കാലിന് നല്ല അപകടം പറ്റാനോ സാധ്യതയുണ്ട്. തട്ടുന്ന സമയത്ത് കാലിന് തട്ടില്ല. പിന്നെ സിംഗിൾ റോഡാകുമ്പോൾ എന്തെങ്കിലും തട്ടിക്കാൻ കാലിന് പറ്റിക്കുക, എത്ര പ്രൊട്ടക്ഷൻ കാലിന് ചെയ്യുന്നതാണ് കണ്ടത്. കാരണം നമുക്ക് കാലിന് ചെറിയ ഒരു ക്രാഷിൽ നിന്നൊക്കെ കാലിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ചെരിഞ്ഞ് വീണ് കഴിഞ്ഞാലും വണ്ടിക്കൊന്നും പറ്റാതിരിക്കാനും കൂടുതലായിട്ടും ഏറ്റവും നല്ലത് ഈ ക്രാഷ് കാർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹാൻഡ് ബാർ സ്റ്റാൻഡേർഡാണ് വെച്ചിരിക്കുന്നത്. ഒരു ക്ലാസിക്കിൻ്റെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്ലാസിക്കിൻ്റെ വെച്ചിരുന്നത്. പിന്നെ വീൽ റിമ്മ് സ്പോക്സ് മാറ്റിയതാണ്, റീപ്ലേസ് ചെയ്തതാണ്. വീൽ റിമ്മ് മാറ്റിയിട്ടില്ല, സ്പോക്സ് റീപ്ലേസ് ചെയ്തതാണ്, ബാക്കിനും ചെയ്തതാണ്. പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ബാക്കിൽ സ്റ്റാൻഡേർഡിന് ക്ലാസിക്കിൻ്റെ ഷോക്കാപ്സ് ഫിറ്റ് ആവുമോ എന്നല്ല നോക്കാം. ഈ ഒരു വണ്ടിക്ക് സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസിക്കിൻ്റെ ഷോക്കാപ്സാണ് ഫിറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് ന്യൂനത ഉണ്ട്, മൈനസ് ഉണ്ട്. ബാക്ക് ഭാഗം കുറച്ച് പൊങ്ങി നിൽക്കുന്നുള്ളതാണ്. ശരിക്കും ഒരു ഒതുക്കം സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഒതുക്കം ഉണ്ടല്ലോ. ഫ്രണ്ട് കുറച്ച് പൊങ്ങി നിന്ന് ഫ്രണ്ട് കുറച്ച് താഴും, ബാക്ക് കുറച്ച് പൊങ്ങി. ഞാൻ കസ്റ്റമറോട് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ പുള്ളിക്കത് മാറ്റിക്കോളാം, അവിടെ വീട്ടിലുണ്ട് ഷോക്കാപ്സർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കൊണ്ട് മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഷോക്കാപ്സർ റൈഡ് ക്വാളിറ്റി ഉണ്ടാവും ചോദിച്ചാൽ കുറച്ച് പൊങ്ങിയിട്ട് ഫ്രണ്ട് കുറച്ച് താവും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കംഫർട്ടായിട്ട് ഇതായിട്ട് ക്ലാസിക്കിന്. പിന്നെ ഗബ്രിയലിൻ്റെ ഒക്കെ ഷോക്കാപ്സർ പഴയ മോഡൽ വരുന്നുണ്ട്. ഗ്യാസോട് വേണ്ട അളവ് പഴയ മോഡൽ കിട്ടാമെന്നോ നോക്കാം. അതിന് പോകുന്ന ഷോക്കാപ്സർ വരുന്നുണ്ട്, അത് വാങ്ങി വെക്കുക. ക്ലാസിക്കിൻ്റെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ട് എന്ന് പറയാത്ത ഓടിക്കുന്ന കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ബാക്ക് ചെറുങ്ങനെ പൊങ്ങിയിട്ടാണ് കിടക്കുക. അതേമാതിരി ഒതുക്കം ബാക്കിന് കുറേ വർഷം ഒതുക്കം കാണില്ല, ചെറിയ കുഴപ്പമൊന്നും നോർമൽ ഫിറ്റിങ്സ് തന്നെ ഓർഡർ വരുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇതിന് വന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞെങ്കിൽ സൈറ്റിൽ 80,000 80,000 രൂപേൻ്റെ അടുത്താണെന്ന് തോന്നുന്നു. ഒരു 80,000 നിയറസ്റ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഞാൻ ബില്ല് ചെയ്തിട്ടില്ല. ബില്ല് കറക്റ്റ് ചെയ്യാൻ ഒരു 80,000 രൂപേൻ്റെ അടുത്താണ് ഞാൻ ചെലവ് വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം റോയൽ എൻഫീൽഡ് എന്തൊക്കെ സാധനങ്ങൾ മാറ്റേണ്ടി വരും, അതൊക്കെ മാറ്റിയിട്ടുള്ള, അതായത് നോർമലായിട്ട് ആസ്വദിക്കുന്നവർക്ക് ഇമ്പ്രൂവ് ആയിട്ടുള്ള റൈറ്റാണ്. പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും നോക്കുക. കാരണം പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വണ്ടി എടുത്തിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ക്വാളിറ്റി ഓഫ് വീഡിയോ ബ്ലേസിങ് ലൈറ്റ് വീഡിയോ എടുത്താൽ നല്ല ഗ്ലോസി ഫിനിഷൻ. ഗ്ലോസ് കാരണം ആക്സിഡൻറ്റ് പെയിൻറ്റ് അടിച്ചാലും നമ്മൾ ഈ വീഡിയോ എടുത്താൽ പിന്നെ ലൈറ്റിങ്ങിൻ്റെ അനുസരിച്ച് നമ്മൾ ഗ്ലോസ് ക്ലീൻ ചെയ്യും. അതൊന്നുമല്ല, പെയിൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കട്ടിങ് ചെയ്യാത്ത രീതിയിൽ പെയിൻറ്റ് ക്വാളിറ്റിയാണ് വേണ്ടത്. നമുക്ക് ലോങ്ങാസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം മാക്സിമം പെയിൻറ്റ് ശ്രദ്ധിക്കുക. ടെൻറ്റ് കാര്യങ്ങൾ പരമാവധി ചെയ്തതിന് ശേഷം മാക്സിമം കുട്ടി ഒഴിവാക്കിയിട്ട് ബോഡി ഫില്ലർ ഒഴിവാക്കിയ ശേഷം പെയിൻറ്റ് ഉപയോഗിക്കുക. എന്നാൽ പെയിൻറ്റ് ലാസ്റ്റ് ചെയ്തോളൂ. പിന്നെ പെയിൻറ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് വല്ല പ്രിപ്പറേഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അവസാനം ആ ഒരു പെയിൻറ്റ് ലാസ്റ്റ് ചെയ്യുള്ളൂ, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കാണിച്ച അവസാനം നമ്മൾ ക്വാളിറ്റിയിലെ പെയിൻറ്റോ ക്ലിയർ അടിച്ചോളൊന്നും കാര്യമില്ല, നമുക്ക് ആ ഒരു സാധനം ലാസ്റ്റ് ചെയ്യില്ല. അത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു കാര്യം. ഇതിന് 80,000 രൂപയാണ് നമുക്ക് ചെലവ് വന്നിരിക്കുന്നത് ഈ ഒരു വണ്ടികൾ. പിന്നെ ഇപ്പോൾ നിലവിൽ ഞാൻ പല ആളുകൾ തന്നെ വിളിക്കുന്നുണ്ട്, കോൾ എടുക്കാൻ പറ്റുന്നില്ല. പല സമയത്ത് ദയവേദി തന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അത്യാവശ്യത്തിന് മാത്രം വാട്സപ്പ് വോയിസ് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ആൻസർ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നിലവിൽ പിന്നീടത്തേക്ക് വണ്ടി എന്തെങ്കിലും കൊണ്ടുപോകുന്ന കാര്യമില്ല, നിലവിൽ കഴിയില്ല. നമുക്ക് വർക്കേഴ്സ് വിളിച്ചതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് തീർത്ത് തരാൻ പറ്റാത്തൊരവസ്ഥ. 3 മാസം യാതൊരു ഒഴിവില്ലാത്തൊരവസ്ഥയുണ്ട്. വണ്ടി ഇപ്പം കൊണ്ടാൽ തന്നെ മനസ്സിലാവും. വണ്ടികൾ കിടക്കുന്ന അപ്പുറത്തൊക്കെ വണ്ടി ഉള്ളിൽ അയച്ചിട്ട വണ്ടികൾ കുറേയുണ്ട്, ഉള്ളിൽ അയക്കാനുള്ള വണ്ടികൾ കുറേയുണ്ട്. പിന്നെ ഇതൊന്ന് തീർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് വർക്കൊന്നും തീരെ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് വർക്കിന് വിളിക്കുന്ന ആളുകൾ സമയമുണ്ട്, 2, 3, 4 മാസം 4 മാസം സമയമുള്ള ആളുകൾ മാത്രം വണ്ടി എടുത്തുകൊണ്ടുവരിക. അല്ലാതെ നമ്മൾ വണ്ടി എടുക്കുന്നില്ല. അതാണ് വിളിക്കുന്ന ആളുകൾ നിങ്ങൾ ആവശ്യമാണ് വിളിക്കുക. നിങ്ങളൊരു ബുദ്ധിമുട്ടിയിട്ടായിരിക്കും വിളിക്കുക. അത് എനിക്ക് സമയം തരിക. അത് ആദ്യം മനസ്സിലാക്കുക. ഒന്നും ഉണ്ടല്ലോ എൻ്റെ വർക്കിൻ്റെ തിരക്കൊണ്ട് മാത്രം ഫോൺ എടുക്കാതെ സംസാരിക്കാതെ പോകണം. കയ്യിൽ നിന്ന് ആൻസർ ചെയ്യുന്നവർക്ക് പറയാൻ മനസ്സിലാവുന്നതാണ്. അപ്പോൾ 80,000 രൂപ മുടക്കി 2005 മോഡൽ പുതിയ വണ്ടി ആയിട്ടുള്ളതാണ്. എൻ്റെ ഒരു വണ്ടി ഓടിക്കോ. കാരണം പെയിൻറ്റിൻ്റെ കാര്യത്തിൽ ഏതൊരു കാര്യത്തിൽ യാതൊരു സംശയം സംശയിക്കാൻ കഴിയില്ല. എല്ലാം പക്ക ക്വാളിറ്റി പെയിൻ്റ് ആയിരിക്കും. വർക്കിൻ്റെ കാര്യങ്ങളും നമ്മൾ പരമാവധി എൻ്റെ ഭാഗത്തുനിന്ന് 100 to 100 കൊടുത്തിട്ടാണ് വർക്ക് എടുക്കുന്നത്. ഏത് കാര്യത്തിലാണെങ്കിലും
ഞാൻ കുറച്ച് ഇൻട്രസ്റ്റ് ലേക്ക് വർക്കാണ്, മറ്റു കുറച്ച് ആളുകളൊക്കെ അതിൽ വർക്ക് റെഡി ആയിട്ടൊക്കെ ഞാൻ അത്യാവശ്യം ചവിട്ടി സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടാണ് ആരും ഉടക്കുന്ന സ്വഭാവമുള്ളതാണ്. കാരണം എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിനോടാണ് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ്, ബാക്കിയുള്ള കാര്യം നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള അടുത്ത വണ്ടി എടുക്കാൻ ഇലക്ട്ര 5 സ്പീഡ് ഇലക്ട്ര, ഇത് ഇതിന് മുമ്പ് ഇലക്ട്ര ആയിരുന്നു. ഇത് 2005 സ്റ്റാൻഡേർഡാണ്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നാളെ വണ്ടി എടുക്കും. ഓരോ വണ്ടി 1/1 ആയിട്ടേ ചെയ്യുള്ളൂ. 1/1 ഒരു വണ്ടിയുടെ കുറവ് സെറ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രയാണ്, 2013 ഇലക്ട്രയാണ്. സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടി സർക്കാർ സ്റ്റാൻഡേർഡ് കൊണ്ടുപോകാനുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതാണ് വണ്ടി ഓരോന്നും ഒന്ന് കാണിച്ചു കൊടുക്കാം, ഒരു ക്വാളിറ്റി ഒന്ന് കാണിച്ചു കൊടുക്കാം. അടുത്തൊരു വണ്ടിയുടെ വീഡിയോ കാണാം.